അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള സഫർ മാസം നല്ല മാസമാണ്. അതൊരു ദുശ്ശകുനത്തിൻ്റെ, ഒരു പ്രയാസത്തിൻ്റെ മാസം അല്ല എന്നൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. എന്നാൽ സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച, ഏറ്റവും അവസാനത്തെ ബുധനാഴ്ച, ആ ബുധനാഴ്ച നിങ്ങളൊന്ന് സൂക്ഷിക്കണം, അതിൻ്റെ രാവും പകലും. കാരണം ഒരുപാട് നഹ്സുകൾ ഇറങ്ങാൻ, ഒരുപാട് ആപത്തുകൾ, ഒരുപാട് മുസീബാത്തുകൾ അല്ലാഹു തആല ഭൂമിയിൽ അയക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി ചില കാവലിൻ്റെ ദിക്ർ ഔറാദുകൾ പറയണേ എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച രാവ്, ആ രാവിലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രാവ്, ഇന്നത്തെ രാത്രി, നാളത്തെ പകൽ, നാളെ ബുധനാഴ്ച മഗ്രിബ് വരെയുള്ള സമയം ഇൻഷാ അല്ലാഹ് പ്രത്യേകമായ ഒരു കരുതൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം, അങ്ങനെയൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ചില മുസീബാത്തുകൾ വരുമ്പോൾ അതിനെ തട്ടിക്കളയുന്ന ഒരുപാട് ദിക്റുകളും മൗറാദുകളും ദുആകളും ഒക്കെ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയുക. ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിക്റിൻ്റെ മജ്ലിസിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ഷർറ് ബലാ മുസീബത്തുകൾ, എന്തൊക്കെ മുസീബാത്തുകളുണ്ടോ അത് സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച, അതിൻ്റെ ഷർറാവട്ടെ, അതല്ലാത്ത ഷർറാവട്ടെ, പൈശാചികമായ ഉപദ്രവമാവട്ടെ, എന്ത് ഉപദ്രവം വന്നാലും അതിനെയൊക്കെ തട്ടിമാറ്റുന്ന ഒരുപാട് ദിക്റുകൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അരുളി തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയണം, നല്ലവണ്ണം ദുആരക്കണം. നാളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾ ഇന്ന് തന്നെ, നാളെ സുബഹി കഴിഞ്ഞും ഇപ്പോഴുമൊക്കെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ആവർത്തിച്ച് പറയണം. നമ്മുടെ ദിക്റിന്റെ മജ്ലിസിൽ നമ്മളത് പറയുന്നതാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അതും ഇങ്ങനെ ആവർത്തിച്ച് പറയണം. അതും നമ്മുടെ ദിക്റിന്റെ മജ്ലിസിൽ നമ്മൾ പറയാറുണ്ട്. ആയത്തുൽ കുർസി നല്ലവണ്ണം ഓതണം. സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആവർത്തിച്ച് ഓതണം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ പറഞ്ഞു. അതുപോലെ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്തുകൾ, ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ, അതുമൊക്കെ നമുക്ക് എല്ലാവിധത്തിലുള്ള ഉപദ്രവത്തെ തൊട്ടും എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബാത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്തുകളൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളൊക്കെ ഓതി വെക്കുക, ഈ ദിക്റുകളൊക്കെ പറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ടുള്ള കാവൽ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിലേക്ക് എല്ലാ കാര്യവും ഭരമേൽപ്പിക്കാൻ പറ്റിയ ഒരു ദിക്റുണ്ട്. എല്ലാ കാര്യവും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എല്ലാം അല്ലാഹു തീരുമാനിക്കും പോലെയാണ്. അല്ലാഹുവേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ സലാമത്താക്കി തരണം, നീ എല്ലാവിധ ഖൈറിലും തരണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ പറയുന്ന ഒരു വചനമുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ.
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്ന അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പുണ്യമായ വചനമുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? അള്ളാഹുവേ, ഒരുപാട് പ്രതിഫലമാണ് പടച്ചോനെ ഈ ഒരു ദിക്റൊക്കെ പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറ്റി സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തരട്ടെ. ആമീൻ. പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹിർ, കരിനാക്ക്, എന്തെല്ലാം മുസീബാത്തുകളുണ്ടോ എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പുണ്യമായ ദിക്ർ, ഇതെല്ലാ ദിവസവും ഒരു ക്യാപ്സൂൾ പോലെ, ഒരു ഗുളിക പോലെ എല്ലാവരും 2 പ്രാവശ്യം, അതായത് സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം വീതം പറയാൻ മറന്നു പോകരുത്. അത്തരത്തിൽ 2 ദിക്റുകൾ നമുക്ക് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء
السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم അതുപോലെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന മറ്റൊരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 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 അഊദു ബികലിമാത്തില്ലാഹി التامات من شر ما خلق أعوذ بكلمات الله 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 التامات من شر ما خلق أعوذ
ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു 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 ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന, ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം പോലും അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ ദിക്ർ. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا
شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അൽഹംദുലില്ലാ പരിശുദ്ധമായ ദിക്ർ സ്വലാത്തിന്റെ മജ്ലിസ് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കണം. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകമായി ദുആ രക്കണമെന്ന് കമന്റിലൂടെ അറിയിച്ചവരുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് കണ്ട് പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പലരുടെയും അടുക്കൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഉസ്താദിനോടൊന്ന് പറയണേ പ്രത്യേകമായിട്ട് ദ്വാരക്കാൻ, പിന്നെ പേരെടുത്ത് പറഞ്ഞ് ദ്വാരക്കാൻ. അങ്ങനെ പലരും പല രൂപത്തിൽ ദ്വാവസീയത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും, ആരുടെ പേര് പറയുന്നില്ല, എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഒരുങ്ങുകയാണ്, പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, ബാക്കി സൂറത്തുകളൊക്കെ ഓതി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات അല്ലാഹുവേ അർഹമുർ റഹീമീനായ റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, പാപങ്ങൾ ചെയ്തു പോയവരാണ്, ഹറാമുകൾ സംഭവിച്ചവരാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലാ, എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, പാപങ്ങളില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, ഞങ്ങളുടെ മക്കൾ, മരുമക്കള്, പേരക്കുട്ടികൾ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഞങ്ങളുടെ പൊന്നു ഭാര്യയുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ആരെല്ലാം മരണപ്പെട്ടു പോയി എല്ലാവർക്കും അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹുവേ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ചു പോവാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ
പരിശുദ്ധമായ സഫർ മാസത്തിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനെല്ലാം ചൊല്ലുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അർഹമായ പ്രതിഫലം തരണേ അല്ലാ. ഞങ്ങളെ നീ പാഴാക്കി കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ. 100,000 പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. അല്ലാഹുവേ എല്ലാവരുടെയും പ്രശ്നങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരണേ അല്ലാ, ശാന്തി തരണേ അല്ലാ, ഖൈർ തരണേ അല്ലാ, ഈമാൻ തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ, തവക്കുൽ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സൂക്ഷ്മതയുള്ള ജീവിതം തരണേ അല്ലാ. ഹറാമുകളെ തൊട്ട് മാറി നിൽക്കാൻ, ഹലാലുകളിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രോഗികളാണ്, ക്യാൻസർ രോഗം, അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവർ, അങ്ങനെ തുടങ്ങിയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം ഉണ്ടോ, എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഈ രാവിന്റെ, ഈ ദിവസത്തിന്റെ അല്ലാഹുവേ വരുന്ന രാവുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ അല്ലാഹുവേ പടച്ചവനെ ശിഫാ പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, അല്ലാഹുവേ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പലർക്കും കടങ്ങളുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ ഖബർ ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബീഉൽ അവ്വൽ മാസം വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ മാസത്തെ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. മുത്തുനബിയെ പറ്റി പറയാനും ഒരുപാട് പഠിക്കാനും മൗലിദുകൾ ഓതാനും സ്വലാത്തുകൾ അധികരിപ്പിക്കാനും തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവർക്ക് നല്ല ബുദ്ധികൂർമ്മത കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. പഠനത്തിൽ ഉന്നതമായ മികവ് നീ കൊടുക്കണേ അല്ലാ. മദ്രസ പരിപാടികളിലൊക്കെ അല്ലാഹുവേ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ്. നല്ല ഓർമ്മശക്തിയും നല്ല ഊർജ്ജസ്വലതയും നീ കൊടുക്കണേ അല്ലാ. വഴിതെറ്റി പോകുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പല സ്ഥലത്തും മഴ കൂടുകയാണ്, നീ കാക്കണേ റഹ്മാനെ. പല സ്ഥലത്തും മഴയില്ല, ഖൈറായ മഴ തരണേ അല്ലാ. ഷർറായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടം നീ ലാഭത്തിലാക്കണേ അല്ലാ. വീട്ടിൽ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ സലാമത്ത് തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉംറക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. വരുന്ന വർഷം ഹജ്ജിന് പോവാൻ അവസരം കിട്ടിയവരുണ്ട്. എല്ലാവരുടെയും യാത്രകൾ നീ എളുപ്പത്തിലും സന്തോഷത്തിലും മഖ്ബൂലും മബ്റൂറുമാക്കണേ അല്ലാ. അല്ലാഹുവേ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, നല്ല മരണം തരണേ അല്ലാ. നല്ല സലാമത്തുള്ള മരണം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.